My dream home, എനിക്ക് സമ്മാനിച്ച ആക്റ്റീവ് ഡിസൈൻസ് ആൻഡ് ദ കംപ്ലീറ്റ് ഗ്രൂപ്പിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ആക്റ്റീവ് ഡിസൈൻസിനെ ഞാൻ തുടക്കത്തിലെ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് ഇയർ ഈ ടൈമിൽ ഒരു വീട് കൺസ്ട്രക്ഷനെ പറ്റി ആലോചിക്കുമ്പോൾ പല ബിൽഡേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ ഫോട്ടോ എടുത്തിരുന്നു, ഡീറ്റെയിൽസ് ഫുള്ള് സംസാരിച്ചു. പക്ഷേ എനിക്കതിലൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ വൺ ഓഫ് ദ ബിൽഡേഴ്സിനെ ഫൈനലി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സാഹചര്യത്തിൽ ഫൈനലി ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് ബേസ് ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നത്. അന്ന് വൈകിട്ട് ഞാനൊരു മെസ്സേജ് പോസ്റ്റ് ചെയ്തു. ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് കോള് വന്നു. ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ ഞാൻ ഹൈലി ഇംപ്രസ്ഡ് ആയിട്ടുള്ളതാണ്. ഞാനും എൻ്റെ വൈഫും കൂടി ദ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് വിതിൻ 2 ഡേയ്സിൽ അവരുടെ ഫസ്റ്റ് ചാർട്ട് 90-95% ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സജഷൻസ് മാത്രമേ ഞങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു സത്യം. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലും ഇൻറ്റീരിയർ ഡിസൈനിങ് അവർ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നു. അതിലൊന്നും ഞങ്ങൾക്കൊരു ചേഞ്ച് വരുത്താൻ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട 1-2 ഫാക്ടേഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്ന് ഇവരുടെ ഹോൾ ടീമിൻ്റെ കോർഡിനേഷൻ. ഇപ്പം ഞാൻ എബ്രോഡാണ്. ഒരു വീട് പണിയുമ്പോൾ എത്രത്തോളം ടെൻഷൻ ഉണ്ടാകും, എത്രത്തോളം കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ എൻ്റെ എഫോർട്ട് വളരെ മിനിമലായിരുന്നു. രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ. ഇവർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഹൈലി മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടാണ്. ഡെയിലി അവർ ഫോട്ടോസ് ഇടും, എന്താണ് അന്നത്തെ വർക്ക് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഫുള്ള് വാട്സപ്പിലോ ഉള്ളത് കൊണ്ട് എബ്രോഡിരിക്കുന്ന ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ വെൽ അപ്ഡേറ്റഡ് ആയിരുന്നു അവരുടെ ഡേ ടു ഡേ ബേസിസ്. അതുപോലെ വീക്ക്ലി അപ്ഡേറ്റ്സ്, അവരുടെ മാനേജ്മെൻറ്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം എടുത്തു പറയേണ്ട ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ആകെ വെച്ചൊരു റിക്വസ്റ്റ്, ആക്റ്റീവ് ഡിസൈൻസ് ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഡിസംബറിൽ വരുന്നുണ്ട്, ഡിസംബറിലേക്ക് എനിക്കിത് പണി തീർത്ത് തരണം. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇൻക്ലൂഡിങ് ദ സ്ട്രക്ചറൽ വർക്ക്, ഇൻറ്റീരിയർ വർക്ക്സ്, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ചലഞ്ച് തന്നെയായിരുന്നു. ആ ചലഞ്ച് അവർ ഏറ്റെടുത്തു. അവരതിൽ സക്സസ്ഫുള്ളായി. വിതിൻ 10 months ലാസ്റ്റ് വീക്കായിരുന്നു ഹൗസ് വാമിങ് നടത്തി ഫുൾ ഫ്ലെഡ്ജിൽ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. അതിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. എബ്രോഡ് താമസിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് വീട് പണിയാൻ താല്പര്യപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന നാച്ചുറലായിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇൻ ടേംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാനേജിങ് ദ ക്ലയൻറ്റ്സ്, ഓരോ കോൺട്രാക്ടറിനെ മാനേജ് ചെയ്യുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓരോരുത്തരെ കോർഡിനേറ്റ് ചെയ്യുക, ഇതെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. എബ്രോഡ് ഇരുന്നുകൊണ്ട് അത് ചെയ്യണം. അപ്പോൾ നമുക്കതെല്ലാം ഏറ്റെടുത്ത് സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ച് കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ആക്റ്റീവ് ഡിസൈൻസുകാരോട് നന്ദി പറയുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ഫ്യൂച്ചർ endeavors, and thank you so much.